ഇതിനു തൊട്ടു മുൻപ് പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ബീഹാറിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രതിഷേധിച്ച യുവാവിന് സംഭവിച്ചത് എന്താണ് എന്നാണ് നമ്മൾ അവലോകനം ചെയ്തത്. ഇതേ ബീഹാറിൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രതിഷേധിച്ച് പ്ലാക്കാർഡ് ഉയർത്തിപ്പിടിച്ച ഒരു യുവാവിന് സംഭവിച്ചത് എന്താണ് എന്ന് കാണേണ്ടേ? ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തി തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരെ തെരഞ്ഞെടുത്തയച്ച ഇവരോട് ചോദ്യം ചോദിക്കാൻ അവകാശമുള്ള ഇന്ത്യയിലെ ജനങ്ങളോട് യുവജനതയോട് ചെയ്തത് എന്താണ് എന്ന് കണ്ടാൽ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ നമ്മൾ നാണിച്ച് തല താഴ്ത്തണം. ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി അവലോകനം ചെയ്യാം. ഇത്തരം വാർത്തകളൊന്നും ഗോദി മീഡിയകൾ കാണിക്കുകയില്ല. മറിച്ച് നമ്മുടേതുപോലുള്ള സ്വതന്ത്രമായ ചാനലുകളാണ് ഇവരുടെ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നരേന്ദ്രമോദി ഇപ്പോൾ ബീഹാറിലെ എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലും പറയുന്നത് ബീഹാറിൽ ജംഗിൾ രാജ് വേണമോ വേണ്ടയോ, നിതീഷ് കുമാറിന്റെയും BJPയുടെയും രാമരാജ്യമാണോ വേണ്ടത്, അതെയോ കോൺഗ്രസിന്റെയും RJDയുടെയും ജംഗിൾ രാജ് ആണോ വേണ്ടത് എന്നൊക്കെയാണ്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതായിരിക്കും, NDAയുടെ സ്ഥാനാർത്ഥി എതിർ പാർട്ടിയിലെ ആളെ വെടിവെച്ച് കൊന്നതിന് അറസ്റ്റിൽ ആവുന്നത്. ആ പക്ക ക്രിമിനലും ഗുണ്ടയുമായ അനന്ത് സിംഗ് ആണ് RJDയിൽപ്പെട്ട ആളെ വെടിവെച്ച് കൊന്നതിന് അറസ്റ്റിലാവുന്നത്. ആ സമയത്താണ് മോദി ബീഹാറിലെ രാമരാജ്യത്തെക്കുറിച്ച് പറയുന്നത്. എന്തിനേറെ പറയുന്നു, മോദിയുടെ റാലിയിൽ സംഭവിച്ച ഈ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ എങ്ങനെയുള്ള ഭരണമാണ് ബീഹാറിൽ നടക്കുന്നത്, എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ മനോഭാവം എന്ന് വ്യക്തമാവും. ഇവിടെ മോദി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദളിതനായ യുവാവ് ഒരു പ്ലാക്കാർഡ് ഉയർത്തിപ്പിടിച്ച് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ദളിതരുടെ മേൽ ഇത്രയേറെ ആക്രമണങ്ങളും പീഡനങ്ങളും നടക്കുന്നത് എന്ന്. അതായത് മോദിയുടെ ഭരണത്തിന് കീഴിൽ, ബീഹാറിലെ നിതീഷ് കുമാറിന്റെ ഭരണത്തിന് കീഴിൽ ദളിതർ പീഡിപ്പിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് അത് എന്നുള്ളതിന് മറുപടി പറയൂ എന്ന്. അതിന്റെ ദൃശ്യങ്ങൾ കണ്ടുകൊള്ളൂ. ആ യുവാവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്താണ് എന്ന് വെച്ചാൽ, ഈ യുവാവിനെ മോദിയുടെ റാലിയിൽ ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മോദി സംസാരിക്കുന്നത് ആളുകൾക്കെതിരെയുള്ള അതിക്രമത്തെക്കുറിച്ചാണ് എന്നുള്ളതാണ്. കോൺഗ്രസിനെയും RJDയെയും ഭരണത്തിൽ എത്തിച്ചാൽ ആളുകൾക്കെതിരെ അക്രമവും ക്രൂരതയും പീഡനവും നടക്കുമെന്ന്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് എന്തുകൊണ്ടാണ് ദളിതർക്കെതിരെ ഇത്രമേൽ ആക്രമണവും പീഡനവും ക്രൂരതയും നടക്കുന്നത് എന്നുള്ളതിന് മറുപടി നൽകണം എന്ന് ചോദിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്ത് ആക്രമിച്ചു കൊണ്ടുപോകുന്നത്. BJP എന്ന് പറഞ്ഞ പാർട്ടി ഭരണത്തിലിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഗുണ്ടായുസവും ആക്രമണവും പിടിച്ചുപറിയും ബലാത്സംഗങ്ങളും പീഡനങ്ങളും എന്നുവേണ്ട എല്ലാ കുറ്റകൃത്യങ്ങളും വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ യാതൊരു ഉളുപ്പുമില്ലാത്ത പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് ഇത്തരം പാഴ്വാക്കുകൾ ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറയാൻ യാതൊരു സങ്കോചവും തോന്നാറില്ല. ഇങ്ങനെയൊക്കെ പറയാനും പ്രവർത്തിക്കാനും മോദിക്കും BJPക്കും ധൈര്യം നൽകുന്നത് ഒരേ ഒരു കാര്യമാണ്. അവർ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ എത്രയേറെ അവരെ വെറുത്താലും മോദിയുടെ സെലക്ഷൻ കമ്മീഷൻ യാതൊരു മടിയും കൂടാതെ തെരഞ്ഞെടുപ്പുകളെല്ലാം ഇവർക്ക് അട്ടിമറിച്ചു കൊടുക്കും എന്നുള്ളതാണ്. വിവേകമുള്ള, വിദ്യാഭ്യാസമുള്ള, മാന്യതയുള്ള ഭരണാധികാരികൾ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളിച്ച് ദളിതർക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ഞങ്ങൾ കർശന നടപടിയെടുക്കും, ഇതുവരെ ഉണ്ടായ തെറ്റുകൾ തിരുത്തും, ഇനി ഇങ്ങനെ ഉണ്ടാവാതെ നോക്കും എന്ന് ഉറപ്പ് നൽകുന്നു എന്നല്ലേ പറയുക. എന്നാൽ മോദിയോട് BJPയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്കും അവകാശമില്ല. പറയുന്ന മങ്കി ബാത്തും കേട്ട് മിണ്ടാതെ ഇരുന്നു കൊള്ളണം എന്നാണ് വിവേകശൂന്യരായ സംഖ്യകളുടെ മനസ്സിലിരിപ്പും വാക്കുകളും പ്രവൃത്തിയും. പ്രിയങ്ക ഗാന്ധിയുടെ റാലിയിൽ പ്രതിഷേധിച്ച യുവാവിനോടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് കാണാത്തവർ ആ വീഡിയോ മുഴുവനായി കാണാൻ മറക്കല്ലേ. അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാവും വിവരവും വിവേകവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കാട്ടാളന്മാരും ആധുനിക സമൂഹം എങ്ങനെയാണ് എന്ന് തിരിച്ചറിയുന്ന വിവരവും വിദ്യാഭ്യാസവുമുള്ള കുടുംബത്തിൽ പിറന്ന ആളുകൾ എങ്ങനെയാണ് എന്നും. ഇന്ത്യയിലെ ജനത ഒന്നടങ്കം ഇവരെ ഇവിടുന്ന് കെട്ടിച്ചില്ലെങ്കിൽ രാജ്യം മൊത്തം വെറും മണ്ടന്മാരായ കാട്ടാളന്മാരുടെ ഒരു വിഹാര കേന്ദ്രമാവും.
ഇപ്പോൾ തന്നെ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള BJP ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലും ലോ ആൻഡ് ഓർഡർ ഇല്ലാത്ത വെറും 10ാം സെഞ്ചുറിയിലെ പോലെയുള്ള സംസ്ഥാനങ്ങളായി മാറി തീർന്നിരിക്കുകയാണ്. രാജ്യം മുഴുവനും അങ്ങനെയാകുന്നതിന് മുൻപ് ഓരോ ഇന്ത്യക്കാരനും ഉണർന്നെണീറ്റേ മതിയാവൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സഭ്യമായ ഭാഷയിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ.